ഹലോ, വെൽക്കം ടു ശ്രീബ വൈബ്സ് യൂട്യൂബ് ചാനൽ. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിലെ വർക്ക് കഴിഞ്ഞിട്ട് 4 മണിക്ക് ഇറങ്ങി. ഇപ്പം ബിജുവിനെ വിളിക്കാൻ വന്നേക്കാണ് ഹസ്ബൻഡിൻ്റെ. അപ്പോൾ ഹസ്ബൻഡ് കമ്പനിയുടെ ഫ്രണ്ടിൽ ആണ് ഉള്ളത്. കമ്പനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കമ്പനി. അവരുടെ ബസ്സും ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ. ഇതാണ് അൽക്കൂസ് എന്ന് പറയും. ഫുള്ളിങ്ങനെ ട്രക്സ് കാര്യങ്ങൾ അങ്ങനെയാണ് ഈ റോഡിലൂടെ ഏറ്റവും കൂടുതൽ ഓടുന്നത്. ഇത് ഫുൾ ഇവിടെ കമ്പനികളും ഇൻഡസ്ട്രീസും ഒക്കെ. അങ്ങനെ ബിജു വന്നു, ബിജുവിനെ പിക്ക് ചെയ്ത് ഇനി ഞങ്ങൾ കഴിക്കാനുള്ള പുറപ്പാട് ഇങ്ങനെ വന്നിരിക്കുന്ന എവിടെ കഴിക്കണം, എന്തോ കഴിക്കണം എന്നൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പം ട്രാഫിക് ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇതാണ് അൽക്കൂസ് ഞാൻ നേരത്തെ കാണിച്ചത്. അതെ, ഹലോ. അവിടെ വന്നു ഇരിപ്പുണ്ട്. ഇനി ഇത് ഫുൾ ഇവിടെ ഒന്നും കാണാനില്ല. ആക്ച്വലി ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എല്ലാം ഇങ്ങനത്തെ കാഴ്ചകളാണ്. ഇങ്ങനെ ടാങ്കർ, ഇങ്ങനെയുള്ള അതെ പലതരം ടാങ്കേഴ്സ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഗ്രീനറി ഒന്നും ഇവിടെ അങ്ങനെ ഇല്ല. അതുകൊണ്ട് നമ്മളിനി ഗ്രീനറി ഒക്കെ ഒരു നല്ലൊരു ഏരിയ എത്തുമ്പോൾ കാണിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ ഏരിയാസ്. ഇവിടെ കുറെ വില്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടോ, അതെല്ലാം സ്കൈലൈൻ. ഇതാണ് ദുബായിയുടെ നിങ്ങൾ കാണുന്ന ഐക്കോണിക് ബിൽഡിങ്സ് എല്ലാം. അപ്പുറത്തെ ഒരു റോഡുണ്ട്, ഷെയ്ഖ് സയ്യിദ് റോഡ്. അവിടെയാണ് എല്ലാം വരുന്നത്. അത് ദൂരെ കാണുന്ന ഖലീഫയാണ്. നമ്മൾ ഒരു ദിവസം ഷെയ്ഖ് സയ്യിദ് കൂടെ പോകുമ്പോൾ അവിടുത്തെ എല്ലാ ഐക്കോണിക് സ്ട്രക്ചേഴ്സും കവർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഓഫീസിൽ നിന്ന് സാധാരണ പോകുന്ന വീട്ടിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇവിടെ ഒന്നും അധികം റഷ് ഇല്ല. കാരണം ഇതെല്ലാം വില്ല ഏരിയാസ് ആണ്, കുറച്ച് ഏരിയാസ് ആണ്. സ്കൂൾ ഏരിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഇപ്പൊ ട്രക്സ് ആണെന്നും ഈ റോഡിലൂടെ എല്ലാം അതിനൊക്കെ സെപ്പറേറ്റ് റോഡ്സ് ഉണ്ട്. ഈ റോഡിലേക്ക് കിട്ടും. ആ കാണുന്നതെല്ലാം ദുബായിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് വരുന്ന ഏരിയ. കയറുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലൊരു ബെറ്റർ വ്യൂവിലോട്ട് നമുക്ക് കിടക്കാൻ പറ്റും. അപ്പുറത്തെ സൈഡ് അത് റോഡ്സ് ആണുള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് എല്ലാ ബിൽഡിങ്സും വരുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ബുർജ് ഖലീഫയുടെ താഴെയുള്ള ഭാഗം കാണാം. പക്ഷെ അത് ഇതിൽ കിട്ടുമെന്ന് അറിഞ്ഞൂട. ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്യാം. ഇതെല്ലാം ടൗൺ ഏരിയാസ് ആണ്. താഴെ കാണുന്ന ഏരിയാസ് എല്ലാം ബിസിനസ് ബേ. ഇവിടെയാണ് ബിസിനസ് സെന്റേഴ്സ് എല്ലാം, എല്ലാ കോർപ്പറേറ്റ് ഓഫീസസ് എല്ലാം ഏരിയാസ് ഇവിടെയാണ്. അവരുടെ ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റ്സ്. ഇതെല്ലാം ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്ത ഫ്ലാറ്റ്സ് ആണ്. ഇപ്പൊ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെയാണ് ക്രെയിനൊക്കെ കാണുന്നുണ്ട്, യെല്ലോ കളറിൽ പെയിന്റിങ്. അതെല്ലാം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ഹാപ്പനിങ് പ്ലേസ് ആണ് ഇവിടെ. കാരണം ഫുൾ ബിസിനസിന്റെ വൈബ്സ് ആണ്. എല്ലാം ബിസിനസ്സുകാരെല്ലാം ഇവിടെയാണ്. ഈ ഫ്ലാറ്റ്സിലൊക്കെയാണ് എല്ലാവരും സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ ഏരിയക്കാണ് ഡൗൺ ടൗൺ ഖലീഫയുടെ ഒരു സ്ട്രക്ചർ ഏതോ ഒരു ഗ്യാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കനാൽ ഏരിയ ആണ്. കനാൽ ദുബായ് വാട്ടർ കനാൽ. പക്ഷെ നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും ഹൈറ്റിലാണ് അവർ ഈ ബ്രിഡ്ജ് കിട്ടിയത്. ഇതൊക്കെ മാൻമെയ്ഡ് കനാലാണ്. ഇവിടെ എവിടെയോ ഖലീഫയുടെ വരും. പക്ഷെ രാത്രി വരുമ്പോ നല്ല രസമാണ് അത് കാണാം. കിട്ടുമെന്നറിയില്ല ക്യാമറയ്ക്കകത്ത്. പക്ഷെ രാത്രി വരുമ്പം അവരുടെ ഫൗണ്ടൻ ഷോയോടൊപ്പം തന്നെ ബിൽഡിങ് ഇല്യൂമിനേറ്റ് ചെയ്യുന്ന കുറെ ലൈറ്റ് ഷോസ് ഒക്കെ. ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ഈ ഭാഗത്തോടെ വന്നാൽ രാത്രി നല്ല ഭംഗിയാ. എല്ലാ ലൈറ്റ്സും ഇതൊക്കെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം
കൈ കഴിക്കുന്നു തോന്നുന്നു, കൈ വേദനിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഷോട്ട് പിന്നെ എടുക്കാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ഷോട്ടിൽ പിന്നെ കാണാം. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്ന പാലസിന്റെ ഏരിയ ആണ് കേട്ടോ, കൊട്ടാരം. എല്ലാം കൺസ്ട്രക്ഷൻ പണ്ട് ഒഴിഞ്ഞു കിടന്ന ഏരിയ ആണ്. ഇവിടെ ഇപ്പൊ എന്താ കൺസ്ട്രക്ട് ചെയ്യാൻ പോണെന്ന് അറിയില്ല. വേൾഡ് ട്രേഡ് സെന്ററിന്റെ അടുത്ത ഏരിയസ് ആണ് ഇതെല്ലാം. പാരലൽ റോഡ്സ് ആണ്, മെയിൻ റോഡ് അല്ല. നമ്മുടെ നാട്ടിലെ വഴി എന്നൊക്കെ പറയുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഉള്ള ഷോർട്ട് കട്ട്സ് വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം കണ്ടുപിടിച്ച ഷോർട്ട് കട്ടുകളാണ്. വഴിവെട്ടി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇതെല്ലാം. അല്ലെങ്കിൽ മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറെ ജലസാലിക്ക് അങ്ങനത്തെ ടോൾ, നാട്ടിലെ ടോൾ പോലത്തെ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ തിരക്ക്, അധികം തിരക്കില്ലാത്തത് ഈ വഴിയൊക്കെ. വലിയ പിടിയില്ല. ഇത് കണ്ടോ, ഈ റൗണ്ട് ബോട്ടിന്റെ ഇവിടെ ചിലപ്പോ കൊക്കിനെയൊക്കെ കാണും. കൊക്ക് അങ്ങനെയുള്ള. ഇതിപ്പോ ഫുൾ പ്രാവുകളാണ്. ഇത് ഫുള്ളി മരങ്ങളൊക്കെയാണ്. പണ്ട് ഇവിടെ ഒരു ഗാർഡൻ ഗ്ലോ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അത് രാത്രി ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ അവരത് മാറ്റിയിട്ട് വേറെ ഏതൊരു സ്ഥലത്തേക്ക് കൊണ്ടു. ഇവിടെയൊക്കെ ഫുൾ ഗ്രീനറിയാ, അവരെല്ലാം ഗ്രീൻ ആയിട്ടിട്ടേക്കും. ദുബായ് ഫ്രെയിം നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഷോർട്സിലെ രാത്രി എന്തോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, നൈറ്റ് ഡ്രൈവിന്റെ. ഇതിപ്പോ പകലിങ്ങനെ ഇരിക്കും ദുബായ് ഫ്രെയിം. ചെറിയൊരു ടണൽ. ഇവിടെ കൂടുതൽ ഈ ടണൽസ്, എന്താ പറയാ, ഓവർ ബ്രിഡ്ജസ്, ഇതൊക്കെയാണ് ട്രാഫിക്. പല പല റോഡ്സ് ആണ്. ഈ ഏരിയ എന്നൊക്കെ പറയുന്ന കരാമ, ഇത് ഫുൾ മലയാളികളാണ്. മേത്താം കരാമ ഈ ഏരിയയിൽ. ഇത് കഴിഞ്ഞിട്ടാണ് ദേറ എന്ന് പറഞ്ഞ ഏരിയ വരുന്നത്. ദുബായ് അമ്പലത്തിലേക്കൊക്കെ പോകുന്ന ദുബായിൽ ഇപ്പം കൃഷ്ണന്റെ അമ്പലം മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ശിവന്റെ അമ്പലം ഒരു ജബലലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട്, വലിയ അമ്പലം. പിന്നെ അബുദാബിക്കുണ്ട് വലിയ അമ്പലം. ഇവിടെ ഇച്ചിരി ഒരു തിരക്ക് കൂടുതലാണ് ഈ ഏരിയ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കരാമാവ്, ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയാസ്. അപ്പൊ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയാസ് ഇവിടെ. ജോലിക്ക് ഇവര് പോകുന്ന എല്ലാം നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയാസ്, അങ്ങനെയുള്ള കമ്പനികളെല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണ്. ഇപ്പൊ ഞങ്ങള് അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്നത് ജബലലി അവിടെയാണ്. പക്ഷെ അവിടെയൊന്നും അങ്ങനെ എല്ലാവർക്കും താമസിക്കാൻ പറ്റില്ല. മാത്രമല്ല റെസിഡൻഷ്യൽ ഏരിയാസ് കുറവുമാണ്. ഇപ്പം കൺസ്ട്രക്ട് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഒരു ബ്രിഡ്ജ് ഉണ്ട്. പണ്ടൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് പക്ഷെ അവരിപ്പോ ക്ലോസ് ചെയ്തു. അതിൽ കൂടെ പോയാൽ നമുക്ക് ടോൾ ഇല്ലായിരുന്നു. ഇതിപ്പോ മറ്റൊരു ബ്രിഡ്ജ് എടുക്കുമ്പോൾ നമുക്ക് ടോള് വരും. അവിടെ കാണുന്ന ഗ്ലാസ് അങ്ങനത്തെ ബിൽഡിങ്സ് അതെല്ലാം മാരിയറ്റിന്റെ ഹോട്ടൽ ചെയിനാണ്. മാരിയറ്റ് ഗേറ്റ്. നമ്മുടെ പാലം, വെള്ളം, ക്രീക്ക്, രാത്രിയൊക്കെ ഇതും ഹാപ്പനിങ് പ്ലേസ് ആണ് ഇവിടെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഏരിയാസ്. അവിടെ കിടപ്പുണ്ട്. കപ്പലല്ലേ, പൈക്കപ്പൽ പോലത്തെ അല്ലേ പണ്ടത്തെ.
ഞാൻ സാധാരണ തോപ്പുപടി പാലം എന്ന് പറയാ, ഞാൻ കൊച്ചിയിലായതുകൊണ്ട് ഞങ്ങളുടെ പാലം കഴിഞ്ഞ് ഇറങ്ങുമ്പോ നമ്മുടെ വീട് അതേപോലെ ഇപ്പൊ ദുബായില് പിന്നീട് പറയും പാലം കഴിഞ്ഞ് ഒരു നമ്മൾ താമസിക്കുന്ന ഏരിയ. ഇവിടെ ചെറിയ ടവർ, അത് ക്ലോക്ക് ടവർ മോളിൽ കാണാം. അത് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ക്ലോക്ക് ടവർ ഇത് ടണൽ. ഈ ടണൽ കഴിഞ്ഞ് എത്തുന്ന നമ്മള് റിക്ക തേറ എന്ന് പറയുന്ന ഏരിയയിലേക്ക്. ഇവിടെ നല്ല തിരക്കാരും വേണ്ടി എല്ലാ ആൾക്കാരും താമസിക്കുന്ന ഫ്ലാറ്റിലും പിന്നെ എല്ലാ ഹോട്ടൽസാണ് താഴെ കാണുന്ന എല്ലാം ഹോട്ടൽസിന്റെ ഒരു കേന്ദ്രമാണ്. അതായത് എല്ലാ ക്വിസീനും കിട്ടും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തെ ഭക്ഷണവും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചത് ദുബായ്. ഓതന്റിക് ടേസ്റ്റിൽ അങ്ങനെയാണ് അവർ പറയുന്നത്. ഇവരെല്ലാം സോഴ്സ് ചെയ്യുന്നത് അതാത് കൺട്രീസിൽ നിന്ന് സോഴ്സ് ചെയ്തോളൂ. ഇറാഖാണെങ്കിൽ ഇറാഖി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. എല്ലാം അതാത് കൺട്രീസിൽ നിന്ന് സോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഒരുപാട് കഫറ്റീരിയാസ് ഉണ്ട്. ദൂരെ കാണുന്നതാണ് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മെയിൻ ഓഫീസ്. ഇത് നമ്മുടെ ഡേ ടു ഡേ എന്ന് പറയുന്നത്. ദുബായിൽ ഡേ ടു ഡേ എന്ന് പറയുന്നത് ഒക്കെ ഈ കുറച്ചൊരു എക്കണോമിക്കലായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കടകളാണ് ഡേ ടു ഡേ. അതിപ്പോ UK-യിലാണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു, ഓൺ പൗണ്ട് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചില സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത് നമുക്ക് നല്ലതാ, പക്ഷെ ചിലതിന് മറ്റേ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ വിലയുണ്ടാവും. അപ്പൊ അത് നമ്മൾ നോക്കി കണ്ട് ഇപ്പൊ വാങ്ങണം. ഓക്കെ, അപ്പൊ പിന്നെ കാണാം. അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിന്റെ പരിസരത്തെത്തി. വിഷ്ണുവിന്റെ ബോട്ടാണ് കാണുന്നതാണ് അൽഗുറൈർ സെന്റർ പേര്. അവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഓർത്തു സംസം മന്തി റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടെ കുറെ ഗ്രില്ല ഐറ്റംസ് ഒക്കെ അപ്പൊ അവിടെ കഴിക്കാം. അവിടെ ചെന്നിട്ട് എടുക്കാം. ടേണിങ് കഴിഞ്ഞ് സംസം വണ്ടി എടുക്കുമ്പോൾ കഴിക്കില്ല. പക്ഷെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. സ്കൂളിന്റെ അകത്തുള്ള പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്തിട്ട് എപ്പോഴും ഭയങ്കര റഷ്. അതെല്ലാം പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഇതിനൊക്കെ സംസം മന്തി റെസ്റ്റോറന്റ് കാണാൻ മുന്നേ തന്നെ പാർക്കിംഗ് ഇട്ടേ ഓളാത്ത തന്നെ അതിനകത്ത് കയറിയിട്ട് ഷോപ്പിംഗ് മോളിൽ നോക്കി. സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ ടോക്കൺ എടുക്കണ്ട. സാറ്റർഡേസ് ഒക്കെ ഫ്രീ ആണ്. ഗേറ്റ് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആവും. അല്ലെങ്കിൽ നമ്മളിവിടെ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുക്കണം. ഓപ്പൺ ആയി പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ വീഡിയോ എടുത്തോണ്ടേ ഇരിക്കുവാണ് വെക്കാൻ. സാറ്റർഡേസ് ആയതുകൊണ്ട് സമ്മർ ആയതുകൊണ്ട് മോളിലൊക്കെ
നല്ല തിരക്കാണ്. സംസം റെസ്റ്റോറന്റില് എത്തി. സംസം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല തിരക്കുണ്ട് റെസ്റ്റോറന്റിൽ, കാരണം നമുക്ക് അങ്ങനെ ആൾക്കാരുടെ ഫേസും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ റെസ്റ്റോറന്റിൽ വന്ന് ഇരുന്നു. ഞാൻ പുറത്തേക്കുള്ള ഇതുവഴി നമ്മൾ വന്നത്. നമ്മുടെ സ്റ്റാർട്ടേഴ്സ് വന്നു. സൂപ്പ്, പിന്നെ ചട്നീസ് ആയിട്ടുണ്ട്, പിന്നെ നമ്മളിപ്പം ചിക്കൻ ചാറയും പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂപ്പ് കഴിക്കാനും നമ്മളുടെ നമുക്ക് എപ്പോഴും വരാറുണ്ട് സംസമില്ല, നമുക്ക് കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഒരു 10-15 മിനിറ്റ് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചിക്കൻ സമോസ, റോട്ട്, അവരുടെ ചട്നീസ്, ഗാർലിക് സോസ്. ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കഴിക്കാൻ. ഈ വെള്ളം ഗ്ലാസ് ബോട്ടിൽസ് ആണ് ചെയ്തത്. താങ്ക് യു. അപ്പൊ ഞങ്ങള് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് ശേഷം പിന്നെ ഇവരുടെ ഒരു കാവ ടീ ഉണ്ട്, അതൊക്കെ കോംപ്ലിമെന്ററി ആണ്. കാവ ടീ, പിന്നെ ഡേറ്റ്സ് ബോൾ ഉണ്ട്, അങ്ങനെ ഷുഗർ ഡേറ്റ്സ്, അറബിക് സ്വീറ്റ് ഒക്കെ. അതുകൊണ്ട് ഒരു ഇത് നമ്മൾ ഡിഷൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കോംപ്ലിമെന്ററി ആണ്. ഇതാണ് അവിടെ സിഗ്നേച്ചർ കാവ ടീ, ഹെർബൽ ടീ. അങ്ങനെ നമ്മൾ കഴിഞ്ഞു, പുറത്തിറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ, ബൈ. ഞങ്ങള് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ വീട്ടിലേക്ക് പോകും.